58 രൂപ ലൈറ്റർ. ഓഹോ, കഥകളി ഭരതനാട്യമാണ്, മോഹിനിയാട്ടമാണോ? തെയ്യം. പിന്നെ ഇത് തീപ്പെട്ടി, ഇത് പണ്ടാരവാട്. ഇപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ഇത് തെറ്റാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞ് സട്ടിലായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു വന്ന അവസാനം സാമൂഹ്യ വിരുദ്ധർക്കും ദേശദ്രോഹികൾക്കും ക്ഷാമമില്ലാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം. ഇത്തരക്കാർക്ക് സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശേഷി കൂടി ഉണ്ടായാലോ? അത് അപകടമല്ലേ? തീർച്ചയായും അതെ. എന്നാൽ അതിലും വലിയ അപകടം മറ്റൊന്നാണ്. ആരുടെയെല്ലാം സ്വാധീനത്തിന് ഇരപ്പെടണം, അല്ലെങ്കിൽ ആരുടെയൊക്കെ ആസനം താങ്ങണം, അതുമല്ലെങ്കിൽ ആരെയൊക്കെ ആരാധിച്ച് അവശരാക്കണം, അതൊന്നുമല്ലെങ്കിൽ ആരെ പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിലാക്കണം. പുതിയ ഭാഷയാണ്, യുവതയുടെ ഭാഷയാണ്. എന്തായാലും അത്തരം ആലോചനകളുമായി ഓരോ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അടിമബുദ്ധിയോടുകൂടി ഉറക്കമുണരുന്നവരാണ് ഗൂഗിളാനന്തര കേരളത്തിലെ യുവത. അത്തരക്കാർക്ക് അപാരമായ വിധേയത്വവാസനയും ആശ്രിത ബുദ്ധിയും തിരിച്ചറിവ് ശേഷിയുടെ, അതുപോലെ തന്നെ തിരിച്ചറിവ് ശേഷിയുടെ അഭാവവും കൂടി ഉണ്ടായാലോ? അതല്ലേ വലിയ അപകടം? ഉറപ്പായും അതും വലിയ അപകടം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ അപകടം മറ്റൊന്നാണ്. മലയാളികളുടെ സവിശേഷമായ കപടപ്രബുദ്ധത, വ്യാജ പുരോഗമന ചിന്ത, മായം കലർന്ന പരിഷ്കൃത ഭാവം, ഭിന്നശേഷിയുള്ള സാമൂഹ്യ ബോധം, അതുപോലെ തന്നെ മാറ്റു കുറഞ്ഞ പൗരബുദ്ധി, തീർച്ചയായിട്ടും പ്രതിഷേധം കൂടാതെ അനീതികൾ സഹിക്കാനുള്ള കരുത്ത്, ഇവയെല്ലാം കാരണം കേരളം അനുഭവിക്കാൻ പോകുന്ന ആ കൂറ്റൻ അപകടത്തെ പറ്റിയാണ് പോങ്ങനെന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സാംസ്കാരിക സമ്പാദ്യത്തെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനുമുള്ള ഏറ്റവും ലളിതവും സുരക്ഷിതവുമായിട്ടുള്ള മാർഗം യുദ്ധാടിസ്ഥാനത്തിലുള്ള കൂട്ടക്കൊലയോ അതല്ലെങ്കിൽ ഈ ലഹളാസ്പദമായിട്ടുള്ള വംശഹത്യയോ ഒന്നുമല്ല. വരാനിരിക്കുന്ന തലമുറയുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരെ അടിമകളാക്കി മാറ്റുക. ക്ഷണത്തിൽ ഫലം കിട്ടിയില്ലെങ്കിലും വൈകി ലഭിക്കുന്ന ആ ഫലം വളരെ കാലങ്ങളോളം കൈവശത്താക്കാൻ അതുവഴി തീർച്ചയായിട്ടും കഴിയും. അതറിയാവുന്ന കൂട്ടരാണ് ലോകമെമ്പാടുമുള്ള സുഡാപ്പികൾ. എത്രത്തോളം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് സുഡുക്കൾ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ, അങ്ങനെ ആലോചിക്കുന്നവർക്ക്, അങ്ങനെ നോക്കുന്നവർക്ക് പോങ്ങൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് അങ്ങോട്ട് കിട്ടും. സിനിമയ്ക്ക് ആരെയും നന്നാക്കാനുള്ള കഴിവില്ല. സിനിമ കണ്ടാരും നന്നാവില്ല, നന്നായിട്ടുമില്ല. പ്രേക്ഷകരുടെ ചില വികാരങ്ങളെ ഉണർത്തുമെന്നല്ലാതെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ നല്ല നിലയിൽ സ്വാധീനിക്കാനുള്ള കരുത്ത് തീർച്ചയായിട്ടും സിനിമയ്ക്കില്ല. എന്നാൽ വിഡ്ഢികളെ നല്ലോണം മോശമായി സ്വാധീനിക്കാൻ സിനിമയ്ക്കാവുകയും ചെയ്യും. സിനിമകൾക്ക് മാത്രമല്ല, സിനിമാ നിരൂപണം കൊണ്ട് ഉപജീവിക്കുന്ന യൂട്യൂബർമാർക്ക് പോലും വളരെ നിസ്സാരമായി സ്വാധീനിക്കാൻ സാധിക്കുന്നത്ര ശുഷ്കബുദ്ധരായി ഗൂഗിളാനന്തര കേരളത്തിലെ മലയാള യുവത മാറി എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം. ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനം പോലും സ്വന്തമായി എടുക്കാനുള്ള സൈദ്ധാന്തിക ത്രാണി പ്രബുദ്ധരായിട്ടുള്ള
യുവ കേരളീയരുടെ മണ്ടയിലില്ല. സ്വന്തം ആസ്വാദന ശേഷി പോലും കോക്കുണ്ണികൾക്ക് അടിമപ്പെടുത്തി കഴിയുന്ന പേട്ടുബുദ്ധരാണ് നമ്മുടെ കേരളീയ യുവത. സംസ്ഥാനത്തെ ആസ്ഥാന നിരൂപക പരീക്ഷകളായിട്ടുള്ള കോക്കേട്ടനും ഉണ്ണിയണ്ണനും അവതരിപ്പിക്കുന്ന നിരൂപണപദം ആട്ടക്കഥയാണ് സിനിമ കാണണോ വേണ്ടയോ എന്ന അവരുടെ തീരുമാനത്തിന് അടിസ്ഥാനമാകുന്നത്. ഗൂഗിളാനന്തര കേരളത്തിലെ മലയാള യുവതയുടെ ബുദ്ധി അഖില ലോക വിഡ്ഢികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന നിലയ്ക്ക് ഭീകരമായി നിലകൊള്ളുന്ന ഈ സവിശേഷ സൈദ്ധാന്തിക സാഹചര്യത്തിൽ മലയാള സിനിമ ഭാവി കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. 2011 24 വയസ്സ് മാത്രം പ്രായമുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പാലാക്കാരന്റെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഉഴവൂരുകാരന്റെ ട്രാഫിക്കാണ് പുതുതലമുറ സിനിമകളിലേക്ക് മലയാള ചലച്ചിത്ര ലോകത്തെ തുറന്നുവിട്ടത്, അല്ലെങ്കിൽ വഴിതിരിച്ചുവിട്ടത്. 2011 മുതൽ തന്നെ മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമയെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു. ആ മട്ടാഞ്ചേരി മാഫിയയിലൂടെ മോളിവുഡ് വളരെ വേഗം സുഡോളിവുഡ് ആവുകയും ചെയ്തു. മലയാള സിനിമയെ ഇന്ന് നിയന്ത്രിക്കുന്ന പുല്ലുപുകയ സേനയുടെ പടനായകനാണ് ഹാഷിഷ് അബു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2013 2013 ഈ ഹാഷിഷ് അബുവിന്റെ സംവിധാനത്തിൽ സംഭവിച്ച ചലച്ചിത്ര പാതകമായിരുന്നു ഇടുക്കി ഗോൾഡ് എന്ന സിനിമ. സന്തോഷ് എച്ചിക്കാനം എഴുതിയ ചെറുകഥ കത്തിച്ചാണ് ഹാഷിഷ് അബു ആ സിനിമയെ പുകച്ചെടുത്തത്. അങ്ങനെയല്ലേ അത് പറയേണ്ടത്? അങ്ങനെ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ആ സിനിമയോട് എന്തെങ്കിലും ഒരു നീതി ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും തന്റെ ചെറുകഥയ്ക്ക് ഹാഷിഷ് അബു ചലച്ചിത്ര രൂപം നൽകിയപ്പോൾ ആ ചിത്രം നീലച്ചടയന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ പരസ്യ ചിത്രമായി മാറി എന്ന് വിലപിച്ച സന്തോഷ് എച്ചിക്കാനത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു അല്ലേ? ഇടുക്കി ഗോൾഡ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തിരക്കഥയായിട്ട് മാറുമായിരുന്നു. എൻ്റെ ഇടുക്കി ഗോൾഡിനോട് യാതൊരു തരത്തിലുള്ള നീതി പുലർത്തിയിട്ടും അല്ല ആ പടം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇവിടെ മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കേരളത്തിലുള്ള 100 കുട്ടികളിൽ 70 കുട്ടികളും 7ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ 70% ആളുകളും ഒരു തവണയെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിലേക്ക് ഈ സിനിമ ഒരു സമൂഹത്തെ നയിച്ചു എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കഥയിൽ അങ്ങനെയുള്ളൊരു സംഭവമില്ല. മയക്കുമരുന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവവും എൻ്റെ കഥയിലില്ല. മറിച്ച് ആ സിനിമയിൽ ഉടനീളം മയക്കുമരുന്നിനെ ഒരു ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു മായികമായ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ എത്തിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും സന്തോഷിന്റെ വിലാപത്തെ പോങ്ങൻ ഒട്ടും തന്നെ കണക്കിലെടുക്കുന്നില്ല. കാരണമുണ്ട്, തീർച്ചയായിട്ടും കാരണമുണ്ട്, തക്കതായ കാരണം തന്നെയുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ അനന്തരഫലമായി ജീവിത ദുരിതങ്ങൾക്ക് ആശ്വാസം തരപ്പെട്ട ഒരു പാപം സഖാവ് സ്വന്തമായി ഒരു മണിമാളിക പടുത്തുയർത്തി എന്നങ്ങോട്ട് കൂട്ടുക. ഉദാഹരണമാണ്, സങ്കല്പിച്ചാൽ മതി, വെറുതെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി. സംഭവിച്ച കാര്യമല്ല, ഉദാഹരണം, അത് മാത്രം. എന്തായാലും തൻ്റെ പാർട്ടിക്കൂറ് പ്രകടിപ്പിക്കാനായി ചെങ്കൊടികൾ അങ്ങനെ ഉയർന്നു പാറി നിൽക്കുന്ന ചൈനീസ് തെരുവുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ ആ മണിമാളികയ്ക്ക് അയാൾ റെഡ് സ്ട്രീറ്റ് എന്ന് പേരിട്ടുവെന്നും അങ്ങോട്ട് കൂട്ടുക. ഉദാഹരണം, കൂട്ടിയാൽ മതി, അങ്ങനെ സംഭവിച്ചതല്ല, സങ്കല്പിച്ചാൽ മതി. എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? റെഡ് സ്ട്രീറ്റ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും ആ വീടിന്റെ ഗേറ്റിൽ വന്ന് തട്ടുന്നത് വ്യഭിചാരപ്രിയരായിട്ടുള്ള ആളുകളാവും. ആ ഗേറ്റിൽ മുട്ടാനുള്ള പ്രലോഭനം ആ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന പേര് അത് ഏതൊരു വ്യഭിചാരപ്രിയനിലും ഉണർത്തുന്നതാണ് എന്നുള്ളതാണ് സത്യം. അതായത് ദുരിതാശ്വാസ നിധി എന്ന് വിളിക്കപ്പെടേണ്ട വീടിന് റെഡ് സ്ട്രീറ്റ് എന്ന് പേരിട്ടാൽ സംഭവിക്കുന്ന കുഴപ്പം മാത്രമേ ഈ സന്തോഷ് എച്ചിക്കാനത്തിനും സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഇടുക്കി ഗോൾഡ് എന്ന് പേരായ കഥയെ തേടി ഹാഷിഷ് അബു അല്ലാതെ പിന്നെ സത്യനന്ദിക്കാട് വരുമെന്നാണോ എച്ചിക്കാനം കരുതിയത്? അതിനിപ്പോ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ചെറുകഥ സൗഹൃദത്തെ എത്രത്തോളം വാഴ്ത്തുന്നതാണെങ്കിൽ പോലും ആ ഇടുക്കി ഗോൾഡ് എന്ന പേര് തീർച്ചയായിട്ടും ഹാഷിഷ് അബുമാരിൽ ഒരുതരം പുകച്ചിലുണ്ടാക്കുന്ന ആസക്തി ഉണർത്തുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന കഥയിലെ സൗഹൃദമല്ല, ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ആ പേര് നൽകുന്ന ഉണർവാണ്, ആസക്തിയാണ് ആ കഥയിലേക്ക് ഹാഷിഷ് അബുവിനെ ആകർഷിച്ചിട്ടുണ്ടാവുക. അതറിയാൻ കഴിവില്ലാത്ത ഒരാളല്ല സന്തോഷ് എച്ചിക്കാനം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിലാപത്തിന് വലിയ സ്ഥാനവുമില്ല. അതെന്തോ ആവട്ടെ. എന്തായാലും ആ പടമിറങ്ങിയ കാലത്ത് പാർട്ടി ചാനലിൽ ഹാഷിഷ് അബുവും അദ്ദേഹത്തിന്റെ ലൈംഗിക പങ്കാളിയും പങ്കെടുത്ത് സംസാരിച്ചത് പോകാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും യൂട്യൂബിൽ ഒന്ന് പരതി നോക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണാനും കിട്ടും. ബ്രിട്ടാസിയം സയനൈഡ് ആയിരുന്നു ആ പരിപാടിയുടെ അവതാരകൻ. മയക്കുമരുന്നുകളോട് സമൂഹം വെച്ച് പുലർത്തുന്ന തൊട്ടുകൂടായ്മ മാറ്റണം.
ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ഹാഷിഷ് അബുവിന്റെ ബി.വി. ഒന്നാമൾ പറഞ്ഞു വച്ചതിന്റെ ചുരുക്കം അതായിരുന്നു. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു ഓർമ്മ. തനിക്ക് മുന്നിൽ കിട്ടുന്ന അതിഥികളോട് സാമാന്യ ബുദ്ധിയും സാമാന്യ മര്യാദയും സാമാന്യ സംസ്കാരവും അതൊന്നുമില്ലാത്ത മട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണല്ലോ നമ്മുടെ ഈ ബ്രിട്ടാസിയം സൈനൈഡ്, അല്ലേ? എന്നാൽ ആ പാഷാണ പുരുഷൻ ഹാഷിഷ് അബു ദമ്പതികളുടെ അടുത്ത് സാമാന്യം തെറ്റില്ലാത്ത ആദരാസക്തിയോടുകൂടിയാണ് അന്ന് സംസാരിച്ചത്. അതും പോങ്ങന്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. ഹാഷിഷ് അബുവും ഓന്റെ ബി.വി. ഒന്നാമളും സംയുക്തമായി ലഹരിയോട് പുലർത്തുന്ന വിപണനാത്മകമായ സമീപനത്തെ പ്രോത്സാഹന ബുദ്ധിയോടുകൂടിയാണ് ബ്രിട്ടാസിയം സൈനൈഡ് അന്ന് സമീപിച്ചതെന്ന ആക്ഷേപവും തീർച്ചയായിട്ടും ഈ പോങ്ങൻ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ അതിൽ തെറ്റ് പോങ്ങൻ കാണുന്നില്ല. ബ്രിട്ടാസിയം സൈനൈഡ് എന്ന പാഷാണ പുരുഷൻ ഒരു കമ്മിയാണ്. അമേരിക്കയെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം ക്യൂബയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെയുള്ള മയക്കുമരുന്നുകളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച കൂട്ടരാണല്ലോ ഈ കമ്മികൾ. അതാണ് പോങ്ങൻ തുടക്കത്തിലെ പറഞ്ഞത്. ഒരു രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും ലളിതവും സുരക്ഷിതവുമായിട്ടുള്ള മാർഗം ലഹളാസ്പദമായിട്ടുള്ള വംശഹത്യയോ അതല്ലെങ്കിൽ യുദ്ധാടിസ്ഥാനത്തിലുള്ള കൂട്ടക്കൊലയോ ഒന്നുമല്ല. പകരം വരാനിരിക്കുന്ന തലമുറയുടെ തലച്ചോറിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരെ അടിമകളാക്കി മാറ്റുക എന്നതാണ്, അല്ലേ? അങ്ങനെയാണ് പോങ്ങൻ ആദ്യം പറഞ്ഞത്. അത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പോങ്ങനും ഒരു കാലത്ത് കമ്മിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമേരിക്ക ഇന്നും കരുത്തരായി തന്നെ തുടരുന്നുണ്ടെങ്കിലും അവിടുത്തെയും പുതുതലമുറയിൽ അധികവും കിളി പോയ കൂട്ടരാണെന്നാണ് കേട്ടുകേൾവി. പോങ്ങൻ അമേരിക്കയിൽ പോയിട്ടില്ല. അമേരിക്കയിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്, പരിചിതരുണ്ട്, സ്നേഹബുദ്ധിയുള്ളവരുണ്ട്, സഹോദര ബുദ്ധിയുള്ളവരുണ്ട്. പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. പുതുതലമുറയിൽ പെട്ടവർക്ക് പണ്ടുണ്ടായിരുന്ന ദേശീയ ബുദ്ധിയും അതൊന്നുമില്ലാതെ കമ്മിസുടുക്കൾ പ്രചരിപ്പിക്കുന്ന ഒരുതരം ആഗോള മാനവികത അല്ലെങ്കിൽ ആഗോള സാഹോദര്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പുണ്ണാക്കുണ്ടല്ലോ പരിപാടി, തട്ടിപ്പ്, അത് കാൽപ്പനിക ബുദ്ധിയോടുകൂടി കൊണ്ടു നടക്കുന്നവരാണ് അമേരിക്കയിലെ പുതുതലമുറയെന്നും കേൾക്കുന്നു. ഇസ്രായേലിനും സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുതുതലമുറ എല്ലായിടത്തും വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ ലോക സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഭീഷണി. പുതുതലമുറയാണ്, ഡിജിറ്റൽ യുഗ നിവാസികളായിട്ടുള്ള പുതുതലമുറയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഭീഷണി. കാരണം കമ്മിസുടുക്കൾക്ക് വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിയും. ദേശീയ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെയാണ്. പൗരന്മാരുടെ ദേശീയ ബുദ്ധി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയാണ്. അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് പിടികൂടും. ഒരു രാജ്യം പെട്ടെന്ന് കമ്മിസുട് ബാധിതമാകുന്നത് ഇത്തരം യുവതലമുറയുടെ ഈ തരത്തിലുള്ള ആഗോള മാനവികതയാണ്, ആഗോള മാനവ സാഹോദര്യ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞാൽ അപകടത്തിലാക്കുന്നത്. അത് അമേരിക്കയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഫിലാഡൽഫിയൻ തെരുവിലൂടെയൊക്കെ ഒന്ന് നടന്നാൽ നമുക്ക് നാളത്തെ കമ്മിസുട് ബാധിതമായിട്ടുള്ള കേരളത്തെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് പോങ്ങന് തോന്നിയിട്ടുള്ളത്. അമേരിക്കയുടെ ജന്മദേശമെന്നോ സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടിലെന്നോ അങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നതും അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ തലസ്ഥാനമായിരുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഫിലാഡൽഫിയ. ഒരു കാലത്ത് നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയേക്കാളും അല്ലെങ്കിൽ ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന നഗരത്തെക്കാളും ഒക്കെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ ഫിലിക്ക്. ക്യൂബയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ അമേരിക്കൻ മണ്ണിൽ തൊടാതെ മയക്കുമരുന്നുകൾക്ക് ഫിലിയിലേക്ക് ജലമാർഗം ചെല്ലാനും സാധിക്കും. അമേരിക്കൻ മണ്ണിൽ ചവിട്ടിയില്ലെങ്കിൽ പോലും അമേരിക്കൻ വെള്ളത്തിലൂടെ നേരെ ഫിലാഡൽഫിയയിലേക്ക് ചെല്ലാൻ കഴിയും മയക്കുമരുന്നുകൾക്ക്. ഒരു വശം മുഴുവൻ നീളുന്ന ജലതീരമുള്ള കേരളത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ എത്ര നിഷ്പ്രയാസം മയക്കുമരുന്നുകൾക്ക് നീന്തി കയറാമെന്ന കാര്യം നമ്മളൊക്കെ ഇടയ്ക്കൊന്ന് ആലോചിക്കണം. കേരളീയ തീരദേശങ്ങളിൽ ഭാരതത്തിന്റെ നേവിക്കാണോ സുടുക്കളുടെ കടിഞ്ഞാണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മട്ടാഞ്ചേരി ലഹരി മാഫിയയ്ക്കാണോ? മട്ടാഞ്ചേരി ലഹരി മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു പ്രദേശത്തെ ലഹരി മാഫിയ എന്നല്ല പോങ്ങൻ ഉദ്ദേശിച്ചത്. മൊത്തത്തിലുള്ള ലഹരി മാഫിയയ്ക്കാണോ കൂടുതൽ നിയന്ത്രണാധികാരമുള്ളതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എന്തായാലും സുടുക്കൾക്ക് വേണ്ടി ഒരു പട്ടിയെ പോലെ വിരമിക്കുന്ന കാലത്തോളം കഴിഞ്ഞോളാമെന്ന് ഒരു മൂത്ത സുടുവിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന ഭാവി DGP പോലുമുള്ള സേനയാണ് ജനത്തിന്റെ സ്വത്തിനും ജീവനുമൊക്കെ കാവലാകുന്നതെന്ന ആശ്വാസം മാത്രമേ ഈ പോങ്ങനുള്ളൂ. ഒരു കേരളീയൻ എന്ന നിലയിൽ ഈ മലയാള മണ്ണിൽ ജീവിക്കാൻ പോങ്ങനെ പ്രേരിപ്പിക്കുന്നതും അതിനുള്ള ധൈര്യം പകരുന്നതും ഇത്തരം ആളുകൾ തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഒരു നാട് നശിപ്പിക്കാനും യുവജനതയുടെ തലച്ചോറിനെ നിയന്ത്രിക്കാനും ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധരും സാമൂഹ്യദ്രോഹികളുമായിട്ടുള്ള ഹാഷിഷ് അബുമാർക്ക് അതിനായി ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല ആയുധം ലഹരിയാണ്.
നല്ല പുല്ലുപുകയനായിട്ടുള്ള ചെഗുവേരയെ ദൈവമായി ആരാധിക്കുന്ന സാമൂഹ്യദ്രോഹികൾ കൂടിയായിട്ടുള്ള കമ്മികളും തീവ്ര മത മൗലികവാദികളായിട്ടുള്ള ഹാഷിഷ് അബുമാരാകുന്ന സുഡുക്കളും രാജ്യദ്രോഹമാകുന്ന നുഖത്തിൽ ഒത്തുപോകുന്നവരാണ്. അവർ ഇരുകൂട്ടരും നാട് നശിപ്പിക്കാനും പുതുതലമുറയുടെ തലച്ചോറിനെ കീഴടക്കാനും ആശ്രയിക്കുന്നത് ലഹരിയെയുമാണ്. നമ്മുടെ കേരളീയ യുവജനതയ്ക്ക് ഹരസ്വാധീനമാകുന്ന സിനിമയെയും പൊതുജനത്തിന് സംരക്ഷണം നൽകേണ്ടതായിട്ടുള്ള പോലീസ് സേനയെയും സമൂഹത്തിന് ആശ്രയമാകേണ്ട സർക്കാരിനെയും അതുപോലെ തന്നെ സത്യത്തിനും ധർമ്മത്തിനുമൊക്കെ കാവലാവേണ്ട മാധ്യമങ്ങളെയും വരെ ലഹരി മാഫിയ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ സിമിയൻ ജലീലൻ എന്ന തീവ്രവാദി വരെ അക്കമിട്ട് പോലീസ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ നാമധാരികളായിട്ടുള്ള IPS ഉദ്യോഗസ്ഥരെ സംഘിചാപ്പ കുത്തി സേനയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. നല്ല നിലയ്ക്ക് മതബാധിതരായിട്ടുള്ള അൻവറിയനും ജലീലനും ഒക്കെയാണ് ഈ വർഗീയതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണേ. സത്യത്തിൽ സംസ്ഥാന ഭരണത്തെ സുഡാപ്പികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പോങ്ങന്റെ ഒരു ആരോപണം, അല്ലെങ്കിൽ ആക്ഷേപം, അല്ലെങ്കിൽ സംശയം. ഹാഷിഷബുമാരും അൻവറിയ ജലീലന്മാരും വർദ്ധിത വീര്യത്തോടെ ഇപ്പോൾ തലപൊക്കി കുരയ്ക്കുന്നത് കേവലം സ്വർണ്ണ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ലാഭവിതരണ തർക്കത്തിന്റെ പേരിലല്ല. അങ്ങനെ കരുതുന്നത് അബദ്ധമാണ്. ഇപ്പോഴും ഇന്നാട്ടിലെ സംഘിനാമധാരികളായിട്ടുള്ള സഖാക്കൾക്ക് കാര്യം തിരിഞ്ഞിട്ടേയില്ല. അതാണോ വലിയ അപകടം എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല വലിയ അപകടം. അതൊരു അപകടമാണ് എങ്കിലും അതുമാത്രമല്ല, അല്ലെങ്കിൽ അതിലും വലിയ അപകടം വേറെയുമുണ്ട്. മയക്കുമരുന്നുകൾ ഓൺലൈനായി ലഭിക്കുന്ന നിലയിലേക്ക് ഈ നവഹരിത സുഡുഭൂമി വളർന്നു. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം ലഹരികൾ, മയക്കുമരുന്നുകൾ. സാധനം വളരെ സുരക്ഷിതമായി മുറ്റത്തെത്തും. ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഈ സാധനങ്ങൾ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. ചന്തി കഴുകാനുള്ള വെള്ളം പോലും കിട്ടാനില്ലെന്ന ദുഃഖസത്യം മറക്കാൻ ഒരു നീലച്ചടയൻ വരുത്തിച്ച് പുകച്ചാൽ മതിയെന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് കരുതുന്നവരും നമ്മുടെ നാട്ടിൽ കണ്ടേക്കാം. പക്ഷെ പോകാൻ ആ കൂട്ടത്തിലല്ല. എന്തായാലും നമ്മുടെ മാധ്യമങ്ങളൊന്നും സംഗതി അറിഞ്ഞ മട്ടില്ല. അധികാരികൾ ഇക്കാര്യം അറിയാത്തതാണോ, അതോ നവഹരിത കേരളത്തിൽ ഈ നീലച്ചടയനും മറ്റ് മയക്കുമരുന്നുകളുമൊക്കെ ഓൺലൈനായി വിൽക്കുന്നത് നൂതനമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനമായി അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണോ അറിയില്ല. എന്തായാലും ഓൺലൈൻ വിൽപ്പന തകൃതിയായി ഇടതടവില്ലാതെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. പുരാതന കേരളീയ ബിംബങ്ങളായിട്ടുള്ള കഥകളി, തെയ്യം, മോഹിനിയാട്ടം, വള്ളംകളി മുതലായിട്ടുള്ള സംഘി കലകളും സംഘി കേളികളുമൊക്കെ സുഡുഭൂമിയിൽ നിന്നും ഇല്ലാതായാലും മയക്കുമരുന്ന് പാക്കറ്റുകളിലെങ്കിലും അവയൊക്കെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ മാത്രം പഴഞ്ചൻ മലയാളികൾക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. ഇന്നലെ കൂടി മയക്കുമരുന്ന് കടത്തിന് 2 പേരെ പോലീസ് പിടിച്ചു. സുഡുനാമധാരിയായിട്ടുള്ള ഒരു പുരുഷനും സംഘിനാമധാരിയായിട്ടുള്ള ഒരു സ്ത്രീയും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ പിടിക്കപ്പെട്ട മയക്കുമരുന്ന് കടത്തുകാരുടെ പേരെടുത്താൽ ഇതേ മാതൃക ആവർത്തിക്കുന്നതായി കാണാം. അതായത് സുഡുനാമധാരിയായിട്ടുള്ള പുരുഷനും കൃസംഘി നാമധാരിയായിട്ടുള്ള സ്ത്രീയും. അവർ പേറുന്ന രാഷ്ട്രീയ ചായ്വ് കൂടി പരിശോധിക്കണം. കമ്മി സുഡു കൂട്ടുകെട്ടിലാണ് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നതെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാൻ സാധിക്കുന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മറിച്ചായിരുന്നെങ്കിൽ ഇതിനോടകം ആ സൈറ്റ് പൂട്ടപ്പെടുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അഴിയെണ്ണി നേരം പോക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമായിരുന്നില്ലേ? അല്ലേ? നമ്മൾ സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹമായിരുന്നുവെങ്കിൽ ഓൺലൈനായി ലഹരി വിൽപ്പന നടക്കുന്നതിനെ പുരോഗമന നീക്കമായി കാണാമായിരുന്നു എന്നുള്ള ഒരു പക്ഷമാണ് പോകാനുള്ളത്. കാരണം കുറെ കാലങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതൊക്കെ സുലഭമായിട്ട് ഓൺലൈനിലൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. അതൊക്കെ സത്യമാണ്. പക്ഷെ ഇത് നമ്മുടെ പരിഷ്കൃത ബുദ്ധിയുടെയും പുരോഗമന ഭാവത്തിന്റെയും ലക്ഷണമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പാകതയോ പക്വതയോ അർഹതയോ യോഗ്യതയോ ഉള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്നുള്ളൊരു തോന്നൽ പോകാനില്ല. ഒരു സിനിമ കാണാനുള്ള തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ പോലും കോക്കുണ്ണികളുടെ അഭിപ്രായത്തെ ആശ്രയിക്കേണ്ടത്ര ഗതികെട്ട സൈദ്ധാന്തിക ത്രാണിയുള്ള ഒരു സമൂഹത്തിന് ലഹരി ഉപയോഗിക്കാനുള്ള പാകതയോ അർഹതയോ യോഗ്യതയോ ഇല്ല എന്നതാണ് പോങ്ങൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ലഹരി ഉപയോഗിക്കാൻ അതിന് പോലും വേണം അല്പം യോഗ്യത. അതിനുള്ള യോഗ്യത പോലും സത്യത്തിൽ പ്രബുദ്ധ മലയാളികൾക്കില്ല. ആ തിരിച്ചറിവ് തന്നെയാണ് ലഹരി ഉപേക്ഷിക്കാൻ ഈ പോങ്ങനെയും പ്രാപ്തനാക്കിയത്. അതാണ് സത്യം. പോങ്ങൻ നല്ലോണം മദ്യപിച്ചിരുന്ന ഒരാളാണ്. മദ്യപാണ്, അല്ല മയക്കുമരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല, മദ്യവും സിഗരറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പോങ്ങന് തിരിച്ചറിവുണ്ടായി,
ഞാൻ ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാളല്ല. കാരണം മാട് കുടിക്കുന്നത് പോലെ കള്ളു കുടിക്കുന്ന ഒരു പോഴനായിരുന്നു ഈ പോകൻ. അങ്ങനെയല്ല. ഒരു കുടി സംസ്കാരം അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗ സംസ്കാരം നമുക്കുണ്ടാവണം. മിതമായ തോതിൽ, വളരെ ആസ്വാദന ബുദ്ധിയോടുകൂടി ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മനോനിലയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വല്ലപ്പോഴും ഇതൊക്കെ ആകാം എന്ന് തോന്നുന്നു. എന്തായാലും പോങ്ങന് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടി ലഹരിയെ ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഓൺലൈനായിട്ട് ഇത് ഒരു പാകതയും പക്വതയും ഇല്ലാത്ത ആളുകളുടെ കൈവശം എത്തുന്ന സാഹചര്യം വന്നാൽ എങ്ങനെയായിരിക്കും ഈ നാടിൻ്റെ പോക്ക്? അതല്ലേ വളരെ ആശങ്കയോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, അല്പമെങ്കിലും ഒരു സാമൂഹ്യ ബുദ്ധി, കുറച്ചെങ്കിലും ഒരു പൗരബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ.